അയ്യോ ചേച്ചി, ഈശ്വര, പോലീസുകാർ വല്ലാണ്ട് ഉപദ്രവിച്ചോടാ നിന്നെ. ഏയ് ഇല്ല ചേച്ചി, ആദ്യം അവന്മാരുടെ ഉമ്മാക്ക് പറഞ്ഞു. അന്നേരം ഞാൻ പിച്ചാത്തി എടുത്ത്. അന്നേരം അവന്മാരെന്നെ പിന്നെയും കൈവെക്കാൻ തുടങ്ങിയപ്പോഴാ ദേ ഈ സാറ്. വാടാ, നിന്നെ ഈ കോലത്തിലാക്കിയത് ഏത് കൊമ്പത്ത് ഓഫീസറായാലും ശരി, അവരോട് നേരിട്ട് എന്ന് ചോദിച്ചിട്ട് ബാക്കി കാര്യം. ചേച്ചി വാടാ അങ്ങോട്ടും. അയ്യോ ചേച്ചി വേണ്ട, പ്രശ്നങ്ങളൊക്കെ തീർത്തു. ദേ ഈ സാറ് കടലാസിൽ ഒപ്പിട്ട് കൊടുത്തു. ഓഹോ, എന്ത് കടലാസ്? ഓൺ ഹൂസ് ബിഹാഫ്? ഇല്ല, പ്രത്യേകിച്ച് പരാതിയൊന്നും ഇല്ലാന്ന് എഴുതി കൊടുത്തു. അങ്ങനെ ഇവന് പ്രത്യേകിച്ച് പരാതിയൊന്നും ഇല്ലാന്ന് തീരുമാനിക്കാൻ ഈ സാർ ആരാണാവോ ഇവന്റെ? മനസ്സിലായില്ല. അല്ല, ഞാൻ ഈ കുട്ടിക്ക് വെറുതെ കോടതിയും കേസും ഒക്കെ ആയിട്ട് പ്രശ്നങ്ങളൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഓഹോ, എന്താ കോടതി കയറിയാല് ഇവനിങ്ങ തൊണ്ട തൊടാതെ വിഴുങ്ങിക്കളയോ മജിസ്ട്രേറ്റുമാര്? നീ മിണ്ടേടാ. അതെ, 6 അടി പൊക്കത്തിൽ ഇങ്ങനെ പന പോലെ ആകാശമുട്ട വളർന്നാ പോരാ, മരുന്നിനെങ്കിലും ഇത്തിരി ഒരു തന്റെ ഇടം വേണം ആണുങ്ങളായാല്. വാടാ നടക്ക്. ജസ്റ്റ് മിനിറ്റ്. അവിടെ നിൽക്കാൻ പറഞ്ഞപ്പോ എനിക്ക് പറയാനോ. എന്താ ഇപ്പൊ എവിടേക്കാ നിന്റെ ഈ പടപ്പുറപ്പാട്? ഓക്കെ, സമ്മതിച്ചു. പക്ഷേ ഇതാ ഇവനെ കരുതി അകത്തൊരു കടലാസ് ഒപ്പിട്ട് കൊടുത്തു എന്നുള്ള ഒരൊറ്റ ബാധ്യതയിൽ ഐ ബിലീവ് ഐ ഹാവ് എ റൈറ്റ് ടു നോ. ഓഹോ, അവകാശം അല്ലേ? എക്സാക്ട്ലി. Then you just listen. ദാ ഇവന്റെ ഈ ദേഹത്ത് കൈയെടുത്ത് വെച്ച ആ അവന്മാരുണ്ടല്ലോ, അവരിലൊരു ഒറ്റൊരുത്തിന് വെറുതെ പോകാൻ പോണില്ല. നോക്കിക്കോ. പിന്നെ രക്ഷകനായിട്ട് അവതരിച്ച നിങ്ങളും. ഇനി നിങ്ങൾ ആരാണെന്ന് പറഞ്ഞാലും ശരി, I am taking each and every one of you to court.